നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 2025 ഏപ്രിൽ 30 ദിവസഫലമാണ്. എല്ലാ നക്ഷത്രക്കാരുടെയും ദിവസഫലം രാശി കണക്കാക്കി പറയുന്നുണ്ട്. ഏപ്രിൽ 30 ഗ്രഹസ്ഥിതി നോക്കുകയാണെങ്കിൽ സൂര്യൻ മേടൻ രാശിയിലാണ്, ചന്ദ്രൻ ചിത്തിര നക്ഷത്രം കന്നിരാശി, ചൊവ്വ മിഥുനൻ രാശി, ബുധൻ മേടൻ രാശി, വ്യാഴം ഇടവൻ രാശി, ശുക്രൻ ഇടവൻ രാശി, ശനി കുംഭൻ രാശി, രാഹു മീനൻ രാശി, കേതു കന്നിരാശി. ഓരോ നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ നമുക്ക് നോക്കാം. അശ്വതി നക്ഷത്രമാണ് ആദ്യത്തേത്. ഇന്ന് നിങ്ങൾക്ക് ഊർജ്ജസ്വലതയും ഉത്സാഹവും അനുഭവപ്പെടും. പുതിയ കാര്യങ്ങൾ തുടങ്ങാനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും അനുകൂലമായ ദിവസമാണ്. സുഹൃത്തുക്കളുമായി സന്തോഷകരമായി സമയം ചെലവഴിക്കാനും സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ നേരിയ ശ്രദ്ധ വേണം. ആരോഗ്യകാര്യങ്ങളിലും പൊതുവെ നല്ല ദിവസമായിരിക്കും. ഭരണി നക്ഷത്രക്കാർക്ക് ഇന്ന് നിങ്ങൾക്ക് അല്പം മന്ദതയും അലസതയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട ജോലികൾ മാറ്റിവെക്കാതിരിക്കാൻ ശ്രമിക്കുക. കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും വേണം. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. കാർത്തികക്കാർക്ക് ഇന്ന് സന്തോഷകരമായ അനുഭവങ്ങളുണ്ടാകും. ദീർഘകാലമായി കാത്തിരുന്ന ചില കാര്യങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമാകും. തൊഴിൽ രംഗത്ത് അംഗീകാരം ലഭിക്കാനുള്ള ഇടയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ നേരിയ പുരോഗതിക്കും ഇടയുണ്ട്. ആരോഗ്യം പൊതുവെ നന്നായിരിക്കും. രോഹിണിക്കാർക്കിന്ന് യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിച്ചേക്കും. പുതിയ ആളുകളുമായി പരിചയപ്പെടാനും സൗഹൃദം സ്ഥാപിക്കാനും സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ നേരിയ ശ്രദ്ധ വേണം. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയും വിശ്രമവും ആവശ്യമാണ്. മകരംകാർക്ക് ഇന്ന് അല്പം തിരക്കുള്ള ദിവസമായിരിക്കും. പല കാര്യങ്ങളിലും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കുക. ധനപരമായ കാര്യങ്ങളിൽ നേരിയ നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. മാനസികമായ പിരിമുറുക്കം ഒഴിവാക്കാൻ ശ്രമിക്കുക. ധ്യാനം നല്ലതാണ്. തിരുവാതിരക്കാർക്ക് ഇന്ന് സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും. കുടുംബത്തോടൊപ്പം സന്തോഷമായ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായ ദിവസമാണ് പൊതുവെ. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും വ്യായാമവും ആവശ്യമാണ്. പുണർദ നക്ഷത്രക്കാർക്ക് ഇന്ന് ചില അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. നിങ്ങളുടെ ക്ഷമയും സഹനശക്തിയും പരീക്ഷിക്കപ്പെടും. തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുക. ധനപരമായ കാര്യങ്ങളിൽ നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിച്ചാൽ മതി. മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. പൂയനാളുകാർക്ക് നല്ല വാർത്തകൾ കേൾക്കാൻ സാധ്യത കാണുന്നുണ്ട്. സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കാനും ഇടയുണ്ട്. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകാരവും ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ നേരിയ പുരോഗതിക്കും ഇടയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും വിശ്രമവും ആവശ്യമാണ്. ക്ഷീണം തോന്നിയാൽ വൈദ്യസഹായം തേടേണ്ടതാണ്. ആയില്യം നാളുകാർക്ക് അല്പം ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമുള്ള ദിവസമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. കുടുംബാംഗങ്ങളുമായി സൗമ്യമായി പെരുമാറുക. ധനപരമായ കാര്യങ്ങളിൽ നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിച്ചാൽ മതി. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും വേണം. മകനാളുകാർക്ക് സന്തോഷകരമായ അനുഭവങ്ങളുണ്ടാകും. പുതിയ ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കാൻ അവസരം ലഭിക്കും. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലവും ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ നേരിയ നേട്ടങ്ങൾക്കും ഇടയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നല്ല ദിവസമാണ് ഇന്ന്. പൂരം നാളുകാർക്ക് ഇന്ന് അല്പം മടിയും അലസതയൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയാണ് ഉള്ളത്. പ്രധാനപ്പെട്ട ജോലികൾ മാറ്റിവെക്കാതിരിക്കാൻ ശ്രമിക്കുക. കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ സമയം ചെലവഴിക്കാനും ശ്രമിക്കുക. ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരുന്നാൽ മതി. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ്. ഉത്തരനാളുകാർക്ക് ഊർജ്ജസ്വലതയും ഉത്സാഹവും അനുഭവപ്പെടും. പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും അനുകൂലമായ ദിവസമാണ്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാനിടയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ നേരിയ പുരോഗതിക്കും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നല്ല ദിവസമായിരിക്കുമെന്ന്. അത്തനാളുകാർക്ക് ഇന്ന് അല്പം തിരക്കുള്ള ദിവസമാണ്. പ്രവർത്തന മേഖലയിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കുക. ധനകാര്യങ്ങളിൽ നേരിയ നേട്ടങ്ങൾ കാണാനും ഇടയുണ്ട്. മാനസിക സമ്മർദ്ദം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചിത്തിര നാളുകാർക്ക് ഇന്ന് ചന്ദ്രൻ നിങ്ങളുടെ നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകും. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂല തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരവും ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായ ദിവസമാണിന്ന്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും വ്യായാമവും ആവശ്യമാണ്. ചോതി നക്ഷത്രക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കും. നിങ്ങളുടെ ക്ഷമയും സഹനശക്തിയും പരീക്ഷിക്കപ്പെട്ടേക്കാം. തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുക. ധനകാര്യങ്ങളിൽ നഷ്ടം വരാതെ ശ്രദ്ധിക്കണം. മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കാൻ ശ്രദ്ധ വേണം. വിശാഖ നാളുകാർക്ക് നല്ല വാർത്തകൾ കേൾക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കാനും ഇടയുണ്ട്.
തൊഴിൽ രംഗത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകാരവും ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ നേരിയ പുരോഗതിക്കും സാധ്യതയാണ് ഉള്ളത്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും വിശ്രമവും ആവശ്യമാണ്. അനിഴം നാളുകാർക്ക് ഇന്ന് നിങ്ങൾക്ക് അല്പം ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമുള്ള ദിവസമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. കുടുംബാംഗങ്ങളുമായി സൗഹൃദമായി പെരുമാറുക. ധനകാര്യങ്ങളിൽ നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിച്ചാൽ മതി. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും വേണം. തൃക്കേട്ട നാളുകാർക്ക് ഇന്ന് സന്തോഷം നിറഞ്ഞ ദിവസമായിരിക്കും. പുതിയ ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കാൻ അവസരം ലഭിക്കും. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലവും ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നല്ല ദിവസമാണ്. മൂലം നാളുകാർക്ക് അല്പം മടിയും അലസതയും അനുഭവപ്പെടാനുള്ള ഇടയാണുള്ളത്. പ്രധാനപ്പെട്ട ജോലികൾ മാറ്റിവയ്ക്കാതിരിക്കാൻ ശ്രമിക്കണം. കുടുംബാംഗങ്ങളുമായി സന്തോഷമായി സമയം ചെലവഴിക്കാനും ശ്രമിക്കുക. ധനകാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും ഉണ്ടായിരുന്നാൽ മതി. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ്. പൂരാടൻ നാളുകാർക്ക് ഇന്ന് നിങ്ങൾക്ക് ഊർജ്ജസ്വലതയും ഉത്സാഹവും അനുഭവപ്പെട്ടേക്കാം. പുതിയ കാര്യങ്ങൾ തുടങ്ങാനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും അനുകൂലമായ ദിവസമായിട്ടാണ് കാണുന്നത്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാനും ഇടയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ നേരിയ പുരോഗതിക്കാണ് സാധ്യത കാണുന്നത്. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നല്ല ദിവസമായിട്ടാണ് കാണുന്നത്. ഉത്രാടൻ നാളുകാർക്ക് അല്പം തിരക്കുള്ള ദിവസമാണ്. പല കാര്യങ്ങളിലും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കരുത്. സഹപ്രവർത്തകരുമായുള്ള ബന്ധം പുലർത്തുക. ധനകാര്യങ്ങളിൽ നേരിയ നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. മാനസിക പിരിമുറുക്കം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. തിരുവോണം നാളുകാർക്ക് സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടുന്ന ദിവസമാണ്. കുടുംബത്തോടൊപ്പം സന്തോഷമായി യാത്ര ചെയ്യാനുള്ള അവസരമുണ്ടാവും. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരവും ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായ ദിവസമാണെന്ന്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും വ്യായാമവും ആവശ്യമായി വരും. അവിട്ടനാളുകാർക്കിന്ന് ചില അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ക്ഷമയും സഹനശക്തിയും പരീക്ഷിക്കപ്പെടും. തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധ വേണം. ധനകാര്യങ്ങളിൽ നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിച്ചാൽ മതി. മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കാൻ യോഗയോ ധ്യാനം ഇതുപോലുള്ളവ പരീക്ഷിക്കുക. ചതയം നാളുകാർക്ക് നല്ല വാർത്തകൾ കേൾക്കാനാണ് സാധ്യത. സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് അപ്രതീക്ഷിത സഹായത്തിനുള്ള സാധ്യതയും ഉണ്ട്. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകാരം ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ നേരിയ പുരോഗതിയുമുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും വിശ്രമവും ആവശ്യമാണ്. പൂരിട്ടാതി നാളുകാർക്ക് ഇന്ന് അല്പം ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമുള്ള ദിവസമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. കുടുംബാംഗങ്ങളുമായി സൗമ്യമായി പെരുമാറണം. ധനകാര്യങ്ങളിൽ നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിച്ചാൽ മതി. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമായി വരും. ഉത്രട്ടാതി നാളുകാർക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കാൻ അവസരം ലഭിക്കും. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങൾ കാണാനും ഇടയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങൾ പൊതുവെ നല്ല ദിവസമാണെന്ന്. രേവതി നാളുകാർക്ക് അല്പം മടിയും അലസതയും ഒക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. പ്രധാനപ്പെട്ട ജോലികൾ മാറ്റിവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുടുംബാംഗങ്ങളുമായി സന്തോഷമായി സമയം ചെലവഴിക്കാനും ശ്രമിക്കുക. ധനകാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും ഉണ്ടായിരുന്നാൽ മതി. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ്. ഓരോ നക്ഷത്രക്കാരുടെയും ഈ ദിവസത്തെ ഫലം പൊതുവായ സൂചനകൾ മാത്രമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ഗ്രഹനിലകൾ മറ്റ് ഘടകങ്ങൾക്കനുസരിച്ച് ഇതിൽ ചില മാറ്റങ്ങളൊക്കെ വരും.